LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം കണ്ടില്ലെന്ന് നടിച്ചു പൊതുവിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉദ്യോഗാർത്ഥികളുടെ സമരം 24 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പാഠകളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ 24 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. എന്നിട്ടും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണുന്നുണ്ട് എന്നാണ് LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. 24-ാം ദിവസത്തിലേക്ക് ഇന്ന് സമരം കടന്നു. ഇതുവരെയും മന്ത്രിയോ മന്ത്രികളുടെ ഭാഗത്തു നിന്ന് ഒരാളും ഇവിടെ എത്തിയിട്ടില്ല. മന്ത്രിയുടെ ഭാഗത്തു നിന്നല്ല, ഭരണപക്ഷത്തു നിന്ന് ഒരാളും ഈ 24 ദിവസവും ഞങ്ങളിവിടെ കിടന്നിട്ട് ചർച്ചയ്ക്കെന്നല്ല ഒന്ന് സംസാരിക്കാൻ പോലും ഒരാളും വന്നിട്ടില്ല. ഈ 6 തവണയും ഞങ്ങളുടെയാണ് ആവശ്യം. ഒരാളും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളാണ് അങ്ങോട്ട് ഞങ്ങളുടെ വിഷമങ്ങൾ പറയാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് പാസ് എടുത്ത് കാത്തിരുന്ന് മണിക്കൂറുകളോളം കാത്തിരുന്ന് മന്ത്രിയെ കണ്ട് ഞങ്ങളുടെ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഞങ്ങളുടെ പ്രതിനിധികളെ വിളിച്ച് അവരൊരു ചർച്ചയ്ക്ക് ഇന്നേ വരെ ഇരുന്നിട്ടില്ല. ഇന്നലെ മന്ത്രി നടത്തിയ പ്രസ്താവന തികച്ചും വാസ്തവ വിരുദ്ധമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നും അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കണമെന്നും വിരമിക്കൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത നിയമനം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ നിരാഹാര സമരം അടക്കം നടത്തുന്നത്. 6 തവണ LPST ഉദ്യോഗാർത്ഥികളെ കണ്ടു എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറയുന്നത്. എന്നാൽ അത് വാസ്തവവിരുദ്ധമാണെന്നാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിലിട്ട പോസ്റ്റ് 6 തവണ ചർച്ച നടത്തിയെന്നാണ്. ഞങ്ങൾ മന്ത്രിയെ നിവേദനം കൊടുക്കാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാനും 6 തവണ പോയി എന്നല്ലാതെ അദ്ദേഹം ഞങ്ങളുടെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് കുറച്ച് സമയമെങ്കിലും അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കാനെങ്കിലും തയ്യാറായത്. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. 2 മാസം വേണമെന്നാണ് പറയുന്നത്. കേവലം 2 ദിവസം പോലും വേണ്ടാത്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 2 മാസം ചോദിക്കുന്നത്. പല ജില്ലകളിലും ഇതുവരെ 1-ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. അതേസമയം സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.